നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഫൈനൽ ലാപ്പ് പോലെ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കാർക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ക്ലാസ് ആണ്. ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും പറയുന്നതായിരിക്കും. കേരള ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയിട്ടുള്ള കുറച്ചേറെ മേഖലകളിലെ കുറേയേറെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് PSC അല്ലെങ്കിൽ KAS പോലെയുള്ള നല്ല നല്ല എക്സാംസിന് ചോദിക്കുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് കണ്ടിട്ട് വെട്ടിയിട്ടൊന്നും പോകണ്ട, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഓരോന്നും. പിന്നെ നമ്മളെല്ലാം ഡിഗ്രി ലെവലാണല്ലോ എഴുതാൻ പോകുന്നത്. ഡിഗ്രി ലെവലുകാർക്ക് എന്തായാലും ഇംഗ്ലീഷ് അത്ര അറിയാൻ വയ്യാത്തൊരു സ്ഥിതി ഉണ്ടാവത്തുമില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 കേരള ഹിസ്റ്ററി ആണ്. നോക്കുക, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 1. ദ ഫുൾ നെയിം ഓഫ് സർദാർ KM പണിക്കർ ഈസ് കാവാലം മാധവ പണിക്കർ. KM പണിക്കറിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കാവാലം മാധവ പണിക്കർ എന്നാണ്. ഹി വാസ് ഇൻഡിപെൻഡന്റ് ഇന്ത്യാസ് ഫസ്റ്റ് അംബാസിഡർ ടു ചൈന. എന്താണ്? ഹി വാസ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫസ്റ്റ് അംബാസിഡർ ആണ്, ചൈനയിലേക്കുള്ള ഫസ്റ്റ് അംബാസിഡർ ആണ് ഇദ്ദേഹം. ഹി വാസ് ദി ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അപ്പോയിന്റഡ് ബൈ നെഹ്റു ഗവൺമെന്റ് ഇൻ 1953. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? ഹി വാസ് ദി ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, SRC ഉണ്ടല്ലോ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ നെഹ്റു ഗവൺമെന്റ് ഇൻ 1953. വിച്ച് ഓഫ് ദിസ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ എബവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്കറിയാം അല്ലേ? നമുക്കറിയാം ഫസൽ അലി കമ്മീഷൻ എന്ന് തന്നെയാണ് അതിനെ അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ അറിയപ്പെടുന്ന പേര് ഫസൽ അലി, അതായത് ഫസൽ അലി ആയിരുന്നു അതിന്റെ ചെയർമാൻ. സോ ഓപ്ഷൻ 3 തെറ്റാണ്. എന്നാൽ 1ഉം 2ഉം ശരിയായ ഒരു ഓപ്ഷനാണ്. KM പണിക്കറിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കാവാലം മാധവ പണിക്കർ എന്ന് തന്നെയാണ്. ഹി വാസ് ഇൻഡിപെൻഡന്റ് ഇന്ത്യസ് ഫസ്റ്റ് അംബാസിഡർ ടു ചൈന. 2 സ്റ്റേറ്റ്മെന്റും ശരിയായതുകൊണ്ട് ഓപ്ഷൻ C 1ഉം 2ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നോക്കാം. ജസ്റ്റിസ് ഫസൽ അലി വാസ് ദി ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അല്ലെ? ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ ചെയർമാൻ. സദാ KM പണിക്കർ ആൻഡ് ഹൃദയ് നാഥ് കുൻസ്രു വേർ ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ. ഇവർ രണ്ടുപേരും മെമ്പേഴ്സ് ആയിരുന്നു, പക്ഷെ അദ്ദേഹം ആരല്ലായിരുന്നു? കുൻസ്രുവും അതുപോലെ തന്നെ KM പണിക്കരും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ മെമ്പേഴ്സ് ആണ്, പക്ഷെ ചെയർമാൻ അല്ല. SRC സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ഒക്ടോബർ, അതായത് അവരുടെ റിപ്പോർട്ട്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1955-ലും 1953-ലാണ് ഇവരെ നിയോഗിക്കുന്നത്. കേരള വാസ് വൺ എമംഗ് ദി 14 സ്റ്റേറ്റ് ഫോംഡ് ഇൻ 1956 ഇൻ കോൺസിക്വന്റ് ടു ദ 7th അമെൻഡ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 14 സ്റ്റേറ്റുകൾ 1956 7ാം അമെൻമെന്റ് പ്രകാരം ഫോം ചെയ്തു. അതിൽ ഒരു സ്റ്റേറ്റ് ആണ് കേരള എന്ന് പറയുന്നത്. 14 സ്റ്റേറ്റ് ആണ് 1956 7ാം അമെൻമെന്റ് പ്രകാരം രൂപം കൊണ്ടത്. അതിലൊരു സ്റ്റേറ്റ് ആണ് കേരളം. സർദാർ KM പണിക്കർ ഓൾസോ സെർവ്ഡ് ആസ് എ വൈസ് ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ. അപ്പോൾ KM പണിക്കർ എന്തൊക്കെ പദവി വഹിച്ചിട്ടുണ്ട്? വൈസ് ചാൻസലർ ആയിട്ടുണ്ട്. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടേത്? കാശ്മീർ യൂണിവേഴ്സിറ്റിയുടേതും മൈസൂർ യൂണിവേഴ്സിറ്റിയുടേതും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ പറ്റി പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. യോഗക്ഷേമ സഭ വാസ് ഫോംഡ് ആസ് ആൻ ഓർഗനൈസേഷൻ നമ്പൂതിരി ബ്രാഹ്മിൻസ് ഇൻ 1908. യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് വാസ് ഫോംഡ് ആസ് ആൻ ഓർഗനൈസേഷൻ നമ്പൂതിരി ബ്രാഹ്മിൻസിന് വേണ്ടി 1908 ഫോം ചെയ്തതാണ്. യോഗനാഥം ഈസ് ദി പബ്ലിക്കേഷൻ ഓഫ് യോഗക്ഷേമ സഭ. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ഓർ ആർ കറക്റ്റ്? അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ, ഒന്നിൽ കൂടുതലാണോ? യോഗനാഥം പബ്ലിക്കേഷൻ അല്ല. സോ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്നാൽ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ബാക്കി നോക്കുക. SNDP യോഗത്തിന്റെ അല്ലെ, യോഗനാഥം എന്ന് പറയുന്നത് എന്തിന്റെ പബ്ലിക്കേഷൻ ആണ്? SNDP യോഗത്തിന്റെ പബ്ലിക്കേഷൻ ആണ്. ദ ഫസ്റ്റ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് SNDP യോഗ വാസ് വിവേകോദയം. ആദ്യത്തെ പബ്ലിക്കേഷൻ SNDP യോഗത്തിന്റെ വിവേകോദയമായിരുന്നു. വിച്ച് വാസ് നെയ്മഡ് ഇൻ ഹോണർ ഓഫ് സ്വാമി വിവേകാനന്ദ, ഹു ഹാഡ് അഡ്വൈസ് ഡോക്ടർ പൽപു ടു ലോഞ്ച് ദ ഓർഗനൈസേഷൻ ഫോർ ദി അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കാം. യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് വാസ് ഫോംഡ് ആസ് ആൻ ഓർഗനൈസേഷൻ നമ്പൂതിരി ബ്രാഹ്മിൻസ് 1908-ലാണ്.
എന്നാൽ യോഗനാഥം യോഗക്ഷേമ സഭയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പബ്ലിക്കേഷനാണ്. അപ്പോൾ യോഗനാഥം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? SNDP യോഗത്തിന്റെ ഒരു പബ്ലിക്കേഷനാണിത്. ദ ഫസ്റ്റ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻ, SNDPയുടെ ആദ്യത്തെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഏതായിരുന്നു? വിവേകോദയം. ആരോടുള്ള ഹോണറബിൾ ആയിട്ട്? സ്വാമി വിവേകാനന്ദനോട്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപുവിനോട് അഡ്വൈസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടു ഡോക്ടർ പൽപുവിനോട് വിവേകാനന്ദൻ. അതിൻ്റെ ഒരു ബഹുമാന സൂചകമായി SNDP യോഗത്തിന്റെ ആദ്യത്തെ പബ്ലിക്കേഷൻ അവർ വിവേകോദയം എന്ന് പേര് കൊടുത്തു. അപ്പോൾ യോഗനാഥവും വിവേകോദയവും SNDPയുടെ പബ്ലിക്കേഷൻസ് ആണ്. അടുത്ത നെക്സ്റ്റ് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് പേയേഴ്സ്. വെന്യൂ ഓഫ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് പ്രിസൈഡഡ് ഓവർ ബൈ. അതായത് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസിനെ പറ്റിയിട്ട് കുറച്ച് എവിടെയൊക്കെ നടന്നു, ആരൊക്കെ പങ്കെടുത്തു എന്ന് പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കുക. പാലക്കാട് 1916 ആനി ബെസന്റ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ കാര്യമാണേ. പാലക്കാട് 1916 ആനി ബെസന്റ് പ്രസിഡന്റ് ആയിരുന്നു. കോഴിക്കോട് 1917 CP രാമസ്വാമി അയ്യർ. തലശ്ശേരിയിൽ 1918 മിർ ആനന്ദ് അലിഖാൻ ബഹദൂർ. വടകരയിൽ 1919 ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ. 5 മഞ്ചേരി 1920 ആനന്ദശയനം അയ്യങ്കാർ പ്രിസൈഡ് ചെയ്ത യോഗമായിരുന്നു. ഇതിനകത്ത് നിങ്ങൾ നോക്കുക, വിച്ച് ഓഫ് ദി പേയേഴ്സ് ആർ ഗിവൺ എബവ് ആർ കറക്റ്റ്. ഏതൊക്കെ പേയേഴ്സ് ആണ് കറക്റ്റ് എന്നാണ് ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം 3ഉം. അതായത് പാലക്കാട് 1916 മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് നടന്നപ്പോൾ പ്രസിഡന്റ് ആനി ബെസന്റ് ആയിരുന്നു. 2 എന്താ? കോഴിക്കോട് 1917 നടന്നപ്പോൾ CP രാമസ്വാമി അയ്യർ ആയിരുന്നു പ്രസിഡന്റ്. തലശ്ശേരിയിൽ 1918 നടന്നു. മിർ ആനന്ദ് അലിഖാൻ ബഹദൂർ ആയിരുന്നു പ്രസിഡന്റ്. അപ്പം D ആണ്, ഓപ്ഷൻ D ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. അതുപോലെ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുക. ദ ഫോർത്ത് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ KP രാമൻ മേനോൻ ആൻഡ് 5th ബൈ കസ്തൂരി രംഗ അയ്യങ്കാർ. അപ്പോൾ അതുകൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വേണ്ട, അങ്ങനെ കാര്യങ്ങളൂടെ ഓർത്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കേരള സ്റ്റേറ്റ് ഫോർമേഷൻ. കേരളത്തിന്റെ രൂപീകരണത്തെ പറ്റിയിട്ട് പറയുന്നു. When the Kerala state was formed on 1st November 1956, there were 5 districts, namely തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, മലബാർ. 1986 കേരളം നവംബർ 1 കേരളം ഫോം ചെയ്ത സമയത്ത് 5 ഡിസ്ട്രിക്ട്സ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, മലബാർ. 2. The post of Raja-Pramukh was seized and P.S. Rao became the acting governor. അതായത് രാജപ്രമുഖ് എന്ന് പറയുന്ന പോസ്റ്റ് സീസ് ചെയ്യുകയും PS രാമറാവു ആക്ടിംഗ് ഗവർണറായിട്ട് വരികയും ചെയ്തു. ഈ സമയത്ത് അറ്റ് ദി ടൈം ഓഫ് ഫോർമേഷൻ കേരള വാസ് അണ്ടർ പ്രസിഡന്റ് റൂൾ. അതായത് ഈ ഒരു കേരള ഫോം ചെയ്യുന്ന സമയത്ത് കേരളം പ്രസിഡന്റ് റൂളിലായിരുന്നു, രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ കേരള വാസ് ഹെൽഡ് ഇൻ 1956-57. ആദ്യമായിട്ട് കേരളത്തിൽ ഇലക്ഷൻ നടന്ന വർഷം 1956-57 ആയിരുന്നു. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. നിങ്ങൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിക്കുക, അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്. ഓപ്ഷൻ ബി ആണ്. 2 and 3 ആണ്. അതായത് 2ഉം 3ഉം ശരിയാണ്. The post of Raja Pramukh was seized and PS Rao became the acting governor. At the time of formation, എന്താണ്? The Kerala was under president rule. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The 5 districts of Kerala ഏതൊക്കെയായിരുന്നു? തെറ്റ് പറ്റിയല്ലോ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 5 ഡിസ്ട്രിക്ട് ഫോം ചെയ്തു. അത് ഏതൊക്കെ? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ ആൻഡ് മലബാർ. മലബാറും തൃശ്ശൂരും അതുപോലെ കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം ഇല്ല. അടുത്തത് 5. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഓപ്ഷൻ എ, CH മുഹമ്മദ് കോയ headed the smallest ministry in the history of Kerala state. Option B, K Karunakaran became the chief minister of Kerala for the most number of time. Option C, EMS Namboodiripad is the longest served leader of opposition in Kerala Legislative Assembly. Option D, the chief minister of Kerala who later became the member in Union Cabinet is AK Antony. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? CH മുഹമ്മദ് കോയ headed the smallest ministry in the history of Kerala state. അപ്പം CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു മിനിസ്ട്രി ആയിരുന്നു ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത് കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ, ഏറ്റവും കുറച്ച് കാലമെന്ന് ഓർക്കാം. ഓപ്ഷൻ ബി, K കരുണാകരൻ became the chief minister of Kerala for the most number of time. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള ആളെന്ന് പറയുന്നത് K കരുണാകരനായിരുന്നു. അതുപോലെ EMS നമ്പൂതിരിപ്പാട് ഇസ് ദ ലോങ്സ്റ്റ് സെർവ്ഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ. പ്രതിപക്ഷത്തിരുന്നിട്ടുള്ള ഏറ്റവും ലോങ്സ്റ്റ് സെർവ്ഡ് ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ
ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു ലേറ്റർ ബിക്കം എ മെമ്പർ ഇൻ യൂണിയൻ ക്യാബിനറ്റ്. അതായത് നേരത്തെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം യൂണിയൻ ക്യാബിനറ്റിലേക്ക് വന്ന ഒരു മെമ്പറായിട്ട് വന്ന ആളാണ് AK ആന്റണി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. അതായത് EMS നമ്പൂതിരിപ്പാട് ഈസ് ദ ലോങ്സ്റ്റ് സെർവ്ഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈസ് ദ ലോങ്സ്റ്റ് സെർവ്ഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മളോട് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതാണ് കറക്റ്റ്. അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ശ്രദ്ധിക്കുക. VS അച്യുതാനന്ദനാണ് ആര്? ഒപ്പോസിഷനായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിട്ടുള്ള ലീഡർ ഓഫ് ഒപ്പോസിഷനായിട്ട് ഇരുന്നിട്ടുള്ളത് VS അച്യുതാനന്ദനാണ് അല്ലേ. ഇന്ന് 100ാം ബർത്ത്ഡേ ആണെന്നൊക്കെ നമ്മൾ വായിച്ചു. K കരുണാകരൻ ബിക്കം ദി ചീഫ് മിനിസ്റ്റർ ഓഫ് 4 times. കരുണാകരൻ 4 വട്ടമാണ് കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. ഹൂ സ്റ്റാർട്ടഡ് ദി ലക്ഷം വീട് പ്രോജക്റ്റ്? ലക്ഷം വീട് കോളനി കേട്ടിട്ടില്ലേ? ലക്ഷം വീട് പ്രോജക്റ്റ് ഇൻ 1972 ആസ് ദി മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് എന്ന് പറയുന്നത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? MN ഗോവിന്ദൻ നായർ. ഓപ്ഷൻ ഡി ആണ്. ലക്ഷം വീട് ഹൗസിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് 1972 നടപ്പാക്കിയ മിനിസ്റ്റർ ആരായിരുന്നു? KM ഗോവിന്ദൻ നായർ ആയിരുന്നു. PK കുഞ്ഞ് ആസ് ദി മിനിസ്റ്റർ ഫോർ ഫിനാൻസ് സ്റ്റാർട്ടഡ് ലോട്ടറി. ആരാണ് ലോട്ടറി കേരളത്തിൽ തുടങ്ങിയത്? PK കുഞ്ഞാണ് അല്ലെ. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ് ലോട്ടറി കേരളത്തിൽ തുടങ്ങിയത്. ദ ഫസ്റ്റ് ഡ്രോ ഓഫ് കേരള ലോട്ടറി വാസ് ഓൺ 26th January 1968. ആദ്യമായി ലോട്ടറി വന്നത് 26 ജനുവരി 1968 കേരള വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് ലോട്ടറി. കേരളത്തിലാണ് ആദ്യമായിട്ട് ലോട്ടറി സ്റ്റാർട്ട് ചെയ്തത്. അത്രയും കൂടെ നോട്ട് ചെയ്ത് പഠിക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Select the legislation which were introduced during the tenure of first EMS ministry. Select the legislations which were introduced during the tenure of the first EMS ministry. ആദ്യം, അതായത് EMS മിനിസ്ട്രിയുടെ ആദ്യത്തെ ഒരു മന്ത്രിസഭയുടെ ആദ്യ സമയത്തെ ഓരോന്നും നോക്കാൻ പോവുകയാണ്. എന്തൊക്കെ ലെജിസ്ലേഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയാൻ പോകുന്നു. ഒന്ന് അഗ്രേറിയൻ റിലേഷൻ ബില്ല്, കേരള എഡ്യൂക്കേഷൻ ബില്ല്, കേരള യൂണിവേഴ്സിറ്റി ബില്ല്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബില്ല്. ഇതിനകത്ത് ഏതൊക്കെയാണ് EMS നമ്പൂതിരിപ്പാടിന്റെ ആ ഒരു നേതൃത്വത്തിൽ വന്ന ഫസ്റ്റ് ഗവൺമെന്റിന്റെ സമയത്ത് വന്ന ലെജിസ്ലേഷൻസ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഒന്ന് അഗ്രേറിയൻ റിലേഷൻ ബില്ല് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. നമുക്ക് ഭൂപരിഷ്കരണം പഠിക്കാനുണ്ട്. ഒന്ന് ആ സമയത്താണ് വന്നത്. 2 കേരള എഡ്യൂക്കേഷൻ ബില്ല് ആ സമയത്താണ്. കേരള യൂണിവേഴ്സിറ്റി ബില്ലും ആ സമയത്താണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് പാസ് ചെയ്തത് 1968. അഗ്രേറിയൻ റിലേഷൻ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് KR ഗൗരിയമ്മയാണ്. റവന്യൂ മിനിസ്റ്ററായിട്ട് KR ഗൗരിയമ്മ ഇരിക്കുന്ന സമയത്താണ്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള എഡ്യൂക്കേഷൻ ബില്ല് പാസ്സാക്കിയത്. അത്രയും പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ശ്രദ്ധിക്കുക. വെൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ദി കേരള പഞ്ചായത്ത് രാജ് ആക്ട് കോൺസിക്വന്റ് ടു ദി 73rd and 74th amendment of the constitution by the parliament, K കരുണാകരൻ was the chief minister. എന്താ പറഞ്ഞേ? വെൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്തിന്റെ ബേസിസിൽ? 73rd 74th അമെൻമെന്റ് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി പാർലമെന്റ്. ആ സമയത്ത് K കരുണാകരനായിരുന്നു ചീഫ് മിനിസ്റ്റർ. When the 3-tier Panchayati Raj system was brought into the effect in Kerala after the Panchayat election, AK Antony was the chief minister. അതായത് 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ടല്ലോ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ ആ സിസ്റ്റം വരുന്ന സമയത്ത് കേരളത്തിൽ എഫക്റ്റ് ആവുന്ന സമയത്ത്, അതായത് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം എഫക്റ്റ് ആവുന്ന സമയത്ത് AK ആന്റണി ആയിരുന്നു ചീഫ് മിനിസ്റ്റർ. ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് ഈ 2 സ്റ്റേറ്റ്മെന്റും ആദ്യമായി പഞ്ചായത്തി രാജ് നടപ്പാക്കിയ സമയത്ത് ചീഫ് മിനിസ്റ്റർ K കരുണാകരനും, ഈ 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം അതായത് പഞ്ചായത്തിന് ഇലക്ഷന് ശേഷം AK ആന്റണി ആയിരുന്നു ചീഫ് മിനിസ്റ്റർ. അതുപോലെ കേരള പഞ്ചായത്ത് രാജ് ബില്ല് വാസ് പാസ്ഡ് ഇൻ 1994 എന്ന് ഓർക്കുക. കേരള പഞ്ചായത്ത് രാജ് ബില്ല് പാസ് ചെയ്തത് 1994. ഫസ്റ്റ് ഇലക്ഷൻ 3-tier ലോക്കൽ ബോഡീസിന് നടന്നത് 1995. ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കൽ പഞ്ചായത്ത് അതായത് ഗ്രാമസഭ, ബ്ലോക്ക് സഭ, അങ്ങനെ ജില്ലാ പഞ്ചായത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ നടന്നത് 1995 ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഞാൻ സ്പീഡിൽ പോകുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. What was the political party of Pattam Thanu Pillai when he became the second chief minister of Kerala state in 1960? What was the political party of Pattam Thanu Pillai when he became the second chief minister? 1960 സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് വന്നത് പട്ടം താണു പിള്ളയാണ്. ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തത്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ഓപ്ഷൻ ബി ആണ്. പട്ടം താണു പിള്ളയുടെ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി.
ഹിന്ദു മഹാമണ്ഡലം വാസ് ഫോം ജോയിന്റ്ലി ബൈ മന്നത്ത് പത്മനാഭൻ ആൻഡ് ആർ ശങ്കർ. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് അവർ റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നത്. ഹിന്ദു മഹാമണ്ഡലം ഫോം ചെയ്തത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്നിട്ടാണ്. ആഫ്റ്റർ ക്വിറ്റിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പട്ടം നാട് പിള്ളൈ ഫൗണ്ടഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും വേർപെട്ടിട്ട് പട്ടം നാട് പിള്ളൈ ഉണ്ടാക്കിയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി 1948. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ് ആഫ്റ്റർ ദ മെർജർ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടി ആൻഡ് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. KMPP, കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും കൂടെ ചേർത്തിട്ടാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 10. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എറണാകുളം ബിക്കം ദ ഫസ്റ്റ് ടോട്ടൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. എറണാകുളമായിരുന്നു സാക്ഷരതയിൽ ഒന്നാമത് നിന്ന ആദ്യത്തെ ജില്ല ഇന്ത്യയിലെ തന്നെ. 2. ലോഞ്ചിങ് ഓഫ് കുടുംബശ്രീ ബൈ AP വാജ്പേയി അറ്റ് മലപ്പുറം. അതായത് കുടുംബശ്രീ AB വാജ്പേയി ആണ് ലോഞ്ച് ചെയ്യുന്നത്, മലപ്പുറത്താണ്. ആർ ശങ്കർ ബിക്കം ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആർ ശങ്കർ ബിക്കം ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ആർ ശങ്കർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. KR നാരായണൻ ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. KR നാരായണൻ പ്രസിഡന്റ് ആയിരുന്നു. സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ് ദി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ നടന്നതിനനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ആർ ശങ്കർ ബിക്കം ദി ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ആവുന്നത് 1962 ആർ ശങ്കർ ഫസ്റ്റ് കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയാണ്. 1962 സംഭവിച്ചത്. അതിനുശേഷം എറണാകുളം ബിക്കം ദി ഫസ്റ്റ് ടോട്ടൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. 1990 ആദ്യമായിട്ട് ടോട്ടൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്ട് ഇന്ത്യയിലേക്ക് വരുന്നത് കേട്ടോ. 90 കേട്ടോ. അപ്പൊ അതാണ് രണ്ടാമത്തത്. 90 ഈ എറണാകുളം എന്ന് പറയുന്നത് ഫസ്റ്റ് ടോട്ടൽ ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ കേരള ബിക്കം ദ ഫസ്റ്റ് ടോട്ടൽ ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് 91 ഓർത്ത് വെച്ച് കേട്ടോ. അതായത് ഏറ്റവും ആദ്യമായിട്ട് ലിറ്ററേറ്റ് ടോട്ടൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാവുന്നത് 91. 90 ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിൽ ഫുള്ളി ലിറ്ററേറ്റ് ആയിട്ട് മാറുന്ന ഡിസ്ട്രിക്റ്റ് ആയിട്ട് എറണാകുളം ആവുന്നത് 90. In 1997 KR നാരായണൻ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് 1962 ശങ്കർ മിനിസ്റ്ററായി. അതിനുശേഷം 90 എറണാകുളം ഫസ്റ്റ് ലിറ്ററേറ്റ് ഡിസ്ട്രിക്റ്റ് ആയി. 97 KR നാരായണൻ പ്രസിഡന്റ് ആവുന്നു. അതുപോലെ ലാസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്, കുടുംബശ്രീ AB വാജ്പേയി ലോഞ്ച് ചെയ്യുന്നത് 98 എവിടെ, മലപ്പുറത്ത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. 10 ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചു. പല മേഖലയിലും ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് പോലെ ഇന്റർ റിലേറ്റഡ് ആണ്. നമ്മുടെ സിലബസിൽ പലയിടത്തും വന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. മാക്സിമം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്തു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കുറച്ച് പേർക്കുണ്ട്, അത് മാറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ലെവലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആർക്കും ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവരൊന്നുമല്ല. ചുമ്മാതെ കുറേ കോംപ്ലക്സ് കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. PSC ആയതുകൊണ്ട് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ അതാദ്യം മാറ്റുക. എവിടെ നല്ല ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ വായിച്ച് ആൻസർ എഴുതാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.